എവിടേക്ക് അന്വേഷിച്ചെന്നറിയാമോ? പത്രത്തിൽ കൊടുക്കാൻ പോയതാ. പ്രതികരിക്കരുത്, കാരണം മരിച്ചതൊരു പുരുഷനാണ്. ഒരു കഷ്ണം കയറിൽ ജീവിതം അവസാനിപ്പിക്കേണ്ട നമ്മൾ കാണേണ്ടി വന്നു. അപകീർത്തികരമായ വീഡിയോ പ്രചരിച്ചതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി യു ദീപക് ജീവനൊടുക്കിയ ആ സംഭവത്തിലെ പ്രതി ഷിംജിത മുസ്തഫയെ ഇപ്പോൾ മഞ്ചേരി സബ് ജയിലിൽ എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ യൂത്ത് കോൺഗ്രസ് പൂരം കാണാൻ പോകുന്നേ ഉള്ളൂ. വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇത് കുറച്ച് ഓവറല്ലേ? അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്, തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കാണുന്നത്. എനിക്ക് ആലോചിച്ചിട്ട് എത്തുമ്പടി കിട്ടല്ല. എന്റെ പ്രിൻസെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ലോകത്തുള്ള മലയാളികൾ മുഴുവൻ സെർച്ച് ചെയ്യുന്ന ആരെയാ? ഇടാ പോട്ടോ നിന്നെ. പടക്കത്തിന് നീ കൊടുക്കാൻ മതി. പടക്കം നോക്കിയടാ രോമ എന്നേക്കുന്നത്. ഈശ്വര, ഇതെന്ത് കഥ? ഓ, ഇനി ഇത് ആവർത്തിക്കരുത്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? സംഗതി പുലിവാലായല്ലോ. കണ്ണിൽ എന്നോച്ച് കാത്തിരിക്കുന്ന അളിയാ. ഈ മുതലിനെ ഞങ്ങളെ ഒരു കയ്യബദ്ധം നാറ്റുകരുത്. സന്തോഷായി. കേട്ടാ കേട്ടാ, അതിനുള്ള പ്രതിഫലം എനിക്ക് കിട്ടി. എന്തൊക്കെ അനാവശ്യവന്മാര് പറഞ്ഞത്? എന്താവശ്യം? ആവശ്യത്തിനുള്ളത് പോലും പറഞ്ഞില്ലല്ലോ. സ്ത്രീകൾക്കെല്ലാം അപമാനം, ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ ടേ ടേ എന്ന് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. പലപ്പോഴും നിയമത്തിന്റെ മുന്നിൽ ഇരകളായി ചിത്രീകരിക്കപ്പെടുന്നത് സ്ത്രീകൾ മാത്രമാണ്. ഇതാണോ തുല്യനീതി? ഇവർക്ക് ജാമ്യം കിട്ടാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കേസാണ്. സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് സാർ ഈ വകുപ്പ്, അല്ലാതെ പുരുഷന്മാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലെന്ന് അറിയാതെ പറഞ്ഞു പോവാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യം ലഭിക്കില്ല. അതുകൊണ്ട് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കുകയും അതിന്റെ തുടർ നടപടിയിലേക്ക് നീങ്ങുകയുമാണ് ചെയ്യുക. പുരാണത്തിൽ സീതാദേവിയുടെ മഹത്വം പറയുമ്പോഴും കഥയിൽ ശൂർപ്പണകമാരും ഉണ്ട്. അത് നമ്മൾ മറക്കരുത്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. ഇനി എല്ലാവർക്കും മനസമാനത്തോടെ കിടന്ന് ഉറങ്ങാം.